ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദ്വീപേഷു രമ്യഹ ദ്വീപോ അൻഡമാനഹ ആണ് പഠിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കുറേയൊക്കെ എഴുതി. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 123 താഴെയുള്ളത്, അതായത് ആദ്യം മുകളിലുള്ള നമ്മൾ എടുത്തു, അതായത് 4th ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു. ഇനി 5th ആണ്. പട്ടികാതഃ സമുചിതാനി പദാനി ചിത്വാ വിശേഷണാനുസാരം വിശേഷ്യപദം ലിഖന്തു. പട്ടിക എന്നാ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബ്രാക്കറ്റിൽ കുറേ കൊടുത്തിരിക്കുന്ന വേർഡ്സ് കൊടുത്തിരിക്കുന്നില്ലേ. സമുചിതാനി ഉചിതമായ പദങ്ങൾ ചിത്വ തിരഞ്ഞെടുത്ത് വിശേഷണാനുസാരം വിശേഷ്യപദം ലിഖന്തു. വിശേഷണത്തിനനുസരിച്ചുള്ള വിശേഷ്യപദം എഴുതൂ. വിശേഷണവും വിശേഷ്യവും ഞാൻ പറഞ്ഞു തന്നു. ഒരു എന്താണോ വിശേഷണവും വിശേഷം എന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ സമുദ്രം എന്ന് പറയുമ്പോൾ വിശേഷ്യമാണ്. അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? നീലം സമുദ്രം ഇതുപോലെ. അപ്പം നീലം എന്നുള്ളത് വിശേഷണവും സമുദ്രം എന്നുള്ളത് വിശേഷ്യവുമാണ്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവിടെയെല്ലാം വിശേഷണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ വിശേഷ്യം എടുത്തെഴുതണം. മനസ്സിലായില്ലേ? ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്ന നോക്കിക്കോളൂ. നൂതനെ. അവിടെ എന്തെല്ലാം നൂതനെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സപ്തമിയായിട്ടല്ലേ വരുന്നത്. അപ്പോൾ സപ്തമിയിൽ നൂതനെ അത് ഏത് ചേരും? സപ്തമി ഗൃഹേ. നൂതനെ ഗൃഹേ, നൂതനമായ ഗൃഹത്തിൽ. നൂതനെ ഗൃഹേ. ഗൃഹയാണ് എന്ത്? വിശേഷ്യമാണിത്. ഗൃഹേ. അടുത്തത് പവിത്രം എന്നുള്ളത് നപുംസകലിംഗമായിട്ടാണ് വരുന്നത് അല്ലേ? പവിത്രം. അപ്പോൾ അതിന് ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നു? പവിത്രം ഗുരുകുലം. പവിത്രമായ ഗുരുകുലം. പവിത്രം ഗുരുകുലം. അടുത്തത് രക്തായാം. അത് രക്തായ എന്നുള്ള രക്തത്തിലുള്ള അല്ലെങ്കിൽ രക്തവർണ്ണത്തിലുള്ള എന്നുള്ള വരും. അപ്പോൾ അത് സപ്തമിയായിട്ടാണ്. അത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് സപ്തമി ഈ രീതിയിൽ വന്നിരിക്കുന്നത്. പുല്ലിംഗം നേരത്തെ പഠിച്ചില്ലേ? എന്തോന്നാണ്? നൂതനെ ഗൃഹേ. അപ്പോൾ ഇവിടെ എന്തോന്നാണ്? രക്തായാം, രക്തവർണ്ണത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? അതുപോലെ വരുന്ന ശാഠികായാം. ശാഠിക എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ. രക്തവർണ്ണത്തിലുള്ള വസ്ത്രത്തിൽ ശാഠികായാം. അടുത്തത് ശാഠികായാം കഴിഞ്ഞു. ഉത്തമാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കമലേ കമലാനി. എന്താ അത്? നപുംസകലിംഗമാണ്, അതിൻ്റെയാണ്. അപ്പോൾ അതുപോലെ ഉത്തമാനി, അതിൽ നപുംസകലിംഗം എവിടെ കിടക്കുന്നു? പുസ്തകാനി. ഉത്തമങ്ങളായ പുസ്തകങ്ങൾ. അത് ഏത് വിഭക്തിയാണ്? പ്രഥമ തന്നെയാണ് വരുന്നത്. പ്രഥമയാണ്. പുസ്തകാനി. പുസ്തകം, പുസ്തകേ, പുസ്തകാനി. അടുത്തത് സുദീർഘ. വളരെ ദീർഘമുള്ളത്. അതിൽ ചേരുന്ന ഏതാണ്? സുദീർഘ കൊടുത്തിരിക്കുന്നത് മാർഗ. ദീർഘം, നീളത്തിലുള്ള മാർഗം. അത് പ്രഥമ ആണ്. മാർഗ. അപ്പോൾ മാർഗ എന്നുള്ളത് വിശേഷ്യവും സുദീർഘ എന്നുള്ളത് വിശേഷണവും. അടുത്തത് സുന്ദരിയായിട്ടുള്ള സ്ത്രീലിംഗമാണ്. കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണെന്നല്ലേ. അവിടെ കൊടുത്തിരിക്കുന്ന സ്ത്രീലിംഗം ഏത് വന്നു? യുവതി. സുന്ദരിയായ യുവതി. സുന്ദരി എന്നുള്ളത് വിശേഷണവും യുവതി എന്നുള്ളത് വിശേഷ്യവും. യുവതി. അടുത്തത് ഉന്നതങ്ങൾ എന്നുള്ള അർത്ഥം വരുന്ന ഏതാണ്? ദ്വിതീയ വിഭക്തിയല്ലേ. അപ്പം ഉന്നതാൻ ഏതാണ് ദ്വിതീയ വിഭക്തി വരുന്നത്? വൃക്ഷാൻ. ഉന്നതങ്ങളായ വൃക്ഷങ്ങളെ.
അപ്പം വൃക്ഷങ്ങളെ അതെന്താണ് വിശേഷ്യവും, ഉന്നതാൻ എന്നുള്ളത് വിശേഷണവും. വൃക്ഷാൻ വിശേഷ്യം, ഉന്നതാൻ വൃക്ഷാൻ, ഉന്നതാൻ വൃക്ഷാൻ. അടുത്തത് വൃക്ഷാൻ കഴിഞ്ഞ് വിശാലങ്ങളായിട്ടുള്ള, അതും അവിടെ ദ്വിതീയമാണ് വരേണ്ടുന്നത്. ഏതാ അവിടെ വരേണ്ടത്? പാഠശാല, വിശാലങ്ങളായ പാഠശാലകളെ, പാഠശാല. പാഠശാല, വിശാലങ്ങളായ പാഠശാലകളെ. അടുത്തത് എന്താണ് അവിടെ? സ്ഥൂലായ, സ്ഥൂലം വലുതായി തടിച്ച എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ സ്ഥൂലായ അത് ഏതാണ്? ചതുർത്ഥിയല്ലേ സ്ഥൂലായ വരുന്നത്. ചതുർത്ഥിയിൽ ഇതിലേത് വരും? ഗജായ, ഗജത്തിന് വേണ്ടി. ഗജം എന്ന് പറഞ്ഞാൽ, ഗജഹ എന്ന് പറഞ്ഞാൽ എന്താ? ആന, ആനയ്ക്ക് വേണ്ടി. അപ്പോൾ അത് ചതുർത്ഥിയാണ്. ഗജായ, സ്ഥൂലായ ഗജായ. ഗജായ വിശേഷ്യവും, സ്ഥൂലായ എന്നുള്ളത് വിശേഷണം. സ്ഥൂലങ്ങളായ തടിച്ച ആന, ആനയ്ക്ക് വേണ്ടി. അടുത്തത് അവസാനത്തത് തസ്യ. തസ്യ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ. ബാക്കി അതിനകത്ത് ഏതുകൊണ്ട് തസ്യ വരുന്നത്? തടസ്യ. തസ്യ തടസ്യ, തസ്യ തടസ്യ. തടം എന്ന് പറഞ്ഞാൽ എന്താ? തടം, തീരം എന്നുള്ളൊക്കെ അർത്ഥം. തസ്യ തടസ്യ. അപ്പോൾ ഇതുപോലെ വിഭക്തി നോക്കിയാണ് അതിനകത്ത് വിശേഷണവും വിശേഷ്യം. വിശേഷ്യം ഏത് വിഭക്തിയിലാണോ വരുന്നത് അത് തന്നെയായിരിക്കണം എന്ത്? വിശേഷണവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അതായത് ആറാമത്തെ ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 123 തന്നെ. അതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ. പട്ടികാതഃ സർവനാമ വിശേഷണ പദാനി ചിത്വാ വാക്യാനി പൂരയന്തു. പട്ടികാതഃ, പട്ടിക കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ കുറച്ച് കൊടുത്തിരിക്കുന്നില്ല, അതിൽ സർവനാമ വിശേഷണ പദാനി, സർവനാമ വിശേഷണ പദങ്ങളാണ്. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു നൗണിന് പകരം വരുന്നതാണ്. ഇപ്പം പിന്നെ ഹി എന്നുള്ളൊരു വാക്ക് വരുമ്പോഴത്തേക്ക് അതിന് സംസ്കൃതി പറഞ്ഞ സഹ അല്ലേ. അപ്പോൾ വീണ്ടും വീണ്ടും സഹ പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? തസ്യാന്നോ പിന്നെ ആ രീതിയിൽ പറയും. സഹതൗത്തെ ആ വിഭക്തി വരുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സർവനാമ വിശേഷണ പദങ്ങൾ ചിത്വ എടുത്തിട്ട് വാക്യാനി പൂരയന്തു, വാക്യങ്ങൾ പൂരയന്തു, പൂരിപ്പിക്കൂ. ഇതെന്താ? ലോട്ടല്ലേ, ഞാൻ പറഞ്ഞു തന്നെ. ലോട്ട് എല്ലായിടത്തും അങ്ങനെ വരുന്നത്. എഴുതൂ, പറയൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡാഷ്. ഒന്നാമത്തത് ഖായിൽ വരുന്ന ഡാഷ് പുഷ്പാണാം ഉദ്യാനം അസ്തി. ഡാഷ് പുഷ്പാണാം. അപ്പോൾ പുഷ്പാണാം എന്നുള്ളത് എന്തോന്നാണ്? ഷഷ്ടി ബഹുവചനമല്ലേ. പുഷ്പാണാം, പുഷ്പാണാം ഉദ്യാനം അസ്തി. എന്തോന്നാ, എങ്ങനെ വരും? അപ്പോൾ ആ പുഷ്പങ്ങളുടെ ഉദ്യാനം ഉണ്ട്. ആ പുഷ്പങ്ങളുടെ, അപ്പോൾ എങ്ങനെയും അവിടെ പുഷ്പാണ എന്നുള്ളത് ബഹുവചനമാണ്, ഷഷ്ടി ബഹുവചനം. ഇവിടെ അപ്പോൾ സർവനാമ ശബ്ദത്തിൽ ഷഷ്ടി ബഹുവചനം ഏത് വരും? തസ്മിൻ തത് തേഷാം, തേഷാം പുഷ്പാണ. അപ്പോൾ ഒന്നാമത്തത് തേഷാം ആണ്. തേഷാം. ഇനി അടുത്ത രണ്ടാമത്തത് ഡാഷ് വൃദ്ധ ആപണം ഗച്ഛതി. ഡാഷ് വൃദ്ധ, ആ വൃദ്ധ ഓൾഡ് ഏജ് ആയിട്ടുള്ള ലേഡി. ആപണം ഗച്ഛതി, ആപണത്തിലേക്ക്, മാർക്കറ്റിലേക്ക് പോകുന്നു. അപ്പം പിന്നെ വൃദ്ധ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ് അല്ലേ. അപ്പം അതിന് പറ്റിയത് ഏതാണ്? ഈ ആയല്ല, ഈ വൃദ്ധ. അപ്പം എങ്ങനെ വരും? തസ്മിൻ തത് തേഷ ഏഷ ഈ വൃദ്ധ. ഏഷ എന്ന് പറയുമ്പം അതിൻ്റെ പുല്ലിംഗ അതിൻ്റെ ഒരു ഏഷഹ. അപ്പോൾ ഏഷഹ ബാലക എന്ന് പറഞ്ഞാൽ ഇവൻ ബാലകൻ, ഇവൻ എന്നുള്ള അടുത്ത് നിൽക്കുന്നവനാണ് ഇവൻ ബാലകൻ. പക്ഷേ സ്ത്രീലിംഗമാണ് ഏഷാ ബാലിക. അതുപോലെ ഇവിടെ ഏഷാ വൃദ്ധ, ഈ വൃദ്ധ എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത തേർഡ് ഡാഷ് ചിത്രേ ചന്ദ്രയാനം അസ്തി. ഡാഷ് ചിത്രേ, ഈ ചിത്രത്തിൽ, അല്ലെങ്കിൽ ആ ചിത്രത്തിൽ ചന്ദ്രയാനം അസ്തി. ചന്ദ്രയാനം എന്താണ്? ചന്ദ്രയാനം കണ്ടില്ല, ചന്ദ്രനിലേക്കുള്ള പേടക വരണം ഉണ്ടല്ലോ.
നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചന്ദ്രയാൻ, അതാണ് ചന്ദ്രയാനം ഉണ്ട്. അപ്പം ചിത്രേ എന്നുള്ളത് സപ്തമിയാണ് അല്ലേ, ചിത്രേ. അപ്പം ഇവിടെ ആ ചിത്രത്തിൽ നിന്നുള്ള ഏത് വരും? തസ്മിൻ ചിത്രേ. തസ്മിൻ ചിത്രേ. അടുത്തത് ഖ. ഡാഷ് ശിക്ഷകഃ സംസ്കൃതം പാഠയതി. ഡാഷ് ശിക്ഷകഃ, ശിക്ഷകൻ, ആ ശിക്ഷകൻ സംസ്കൃതം പഠിപ്പിക്കുന്നു, പാഠയതി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ശിക്ഷകൻ, ശിക്ഷകഃ പ്രഥമ വിഭക്തിയാണ്, ഏകവചനം. അപ്പോൾ അതിൽ വരുന്ന ഏതാണ്? സഹ. അടുത്തങ്ങ ഡാഷ് ബാലകാഹ ജലം പിബന്തി. ആ ബാലകർ, അപ്പം അവിടെ ബഹുവചനമല്ലേ, പ്രഥമ ബഹുവചനം. അപ്പം ആ ബാലകർ ജലം പിബന്തി. അപ്പം അവിടുത്തെ സർവനാമം ഇങ്ങനെ വരുമ്പോൾ സഹത്തൗ തേ ആണ് വരേണ്ടത് എന്നല്ലേ. തേ ഉണ്ടോ നോക്കൂ. ആ, തേ ഉണ്ട്. തേ ബാലകാഹ, തേ ബാലക. അടുത്ത പേജ് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ ചായാണ്. ഡാഷ് പുഷ്പം ആകർഷകം അസ്തി. ഡാഷ് പുഷ്പം, ആ പുഷ്പം എന്നുള്ളത് എന്താണ്? നപുംസകലിംഗമാണ് അല്ലേ. അപ്പോൾ പിന്നെ ഇപ്പോൾ സഹതൗതയാണ് പുല്ലിംഗത്തിൽ വരുന്ന സർവനാമം. അപ്പോൾ നപുംസകലിംഗത്തിൽ വരും തത് തേ താനി. അപ്പോൾ തതാണ് വരേണ്ടത്. തത് പുഷ്പം. തത് പുഷ്പം, ആ പുഷ്പം ആകർഷകം അസ്തി, ആകർഷകമാകുന്നു. അടുത്ത ഡാഷ് കന്തുകേന ക്രീഡന്തി. ഡാഷ് കന്തുകേന ഏത് വിഭക്തിയാണ്? തൃതീയ ഏകവചനമല്ലേ. അപ്പോൾ അവിടെയും സർവനാമം എങ്ങനെ വരും? തൃതീയ വരണം. അപ്പോൾ സഹതൗത്തേ തം തൗത്താൻ തേന. അവിടെ കൊടുത്തിട്ടുണ്ട്, തേന. കന്തുകേന ക്രീഡന്തി, തേന, ആ കന്തുകത്താൽ കളിക്കുന്നു. അടുത്ത ജ വന്നപ്പോൾ ഡാഷ് ശിക്ഷികാഹ ഗീതം ശിക്ഷയന്തി. ഡാഷ് ശിക്ഷികാഹ, പഠിപ്പിക്കുന്നവർ, അത് സ്ത്രീലിംഗമായിട്ടാണ് വരുന്നത്. ആ പഠിപ്പിക്കുന്നവർ ഗീതം, പാട്ട്, ശിക്ഷയന്തി പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ എങ്ങനെ വരും? ശിക്ഷികാഹ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് സർവനാമം വരുമ്പം സാ തേ താഹയാണ്. അപ്പോൾ അതിൻ്റെ ബഹുവചനം വന്നപ്പോൾ സാ തേ താഹ. അപ്പോൾ താഹ സാ തേ താഹ ശിക്ഷികാഹ ഗീതം ശിക്ഷയന്തി. അടുത്ത ഡാഷ് മയൂരവ് നൃത്യതഃ. അവിടെ മയൂര എന്ന് പറഞ്ഞാൽ എന്താ? പീക്കോക്ക്. മയൂരവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 2 പീക്കോക്ക് അല്ലേ, 2 മയൂരങ്ങൾ. നൃത്യതഃ, അവിടെ 2 വന്നതുകൊണ്ടാണ് നൃത്യതഃ, അല്ലെ നൃത്യതിയായിരുന്നു അല്ലേ. മയൂരഹ നൃത്യതി, മയൂരവ് നൃത്യതഃ, മയൂരഹ നൃത്യന്തി. അപ്പോൾ ഇവിടെ മയൂരവ്. അപ്പോൾ അവിടെ എങ്ങനെ വരും സർവനാമം? സഹതൗതേ. അപ്പോൾ സഹ തൗ അല്ലേ ദ്വിവചനം. അപ്പോൾ തൗ മയൂരവ്. ഞാൻ ആൻസേഴ്സ് മാത്രമേ എഴുതുള്ളൂ. നിങ്ങൾ ആൻസർ അത് ഫുള്ളായിട്ട് എഴുതിക്കണം. ഞാനത് ഫുള്ള് എഴുതാൻ. അടുത്തത് ഡാഷ് ബാലികായൈ പുസ്തകാനി യച്ഛ. ഡാഷ് ബാലികായൈ, ബാലികയ്ക്കായിക്കൊണ്ട്, ഒരു ബാലികയ്ക്കാണ് ആയിക്കൊണ്ട് ഏത് വിഭക്തി വരും? ചതുർത്ഥിയല്ലേ വരുന്നത്. അത് പുസ്തകാനി യച്ഛ, പുസ്തകം നൽകൂ. ആ ബാലികയ്ക്കായി പുസ്തകം നൽകൂ. അപ്പോൾ ആ ബാലികയ്ക്കായി തച്ഛബ്ദത്തിൻ്റെ പിന്നെ ഇത് എങ്ങനെ വരും? സ്ത്രീലിംഗത്തിൽ എന്ത് വരണം? ചതുർത്ഥി വരണം. ആയിക്കൊണ്ടെന്ന് പറയുന്നത് ചതുർത്ഥിയാണ്. അപ്പോൾ സഹതൗ പിന്നെ ബാലികായൈ. അപ്പോൾ എങ്ങനെ വരും? അവിടെ കൊടുത്തിട്ടുള്ളത് സാത്തേ താഹ. അതിൻ്റെ ചതുർത്ഥി ഏകവചനം എങ്ങനെ വരും? തസ്മയല്ലേ വരുന്നത്. തസ്മയ അവിടെ ഉണ്ടല്ലോ. തസ്മയല്ല തസ്യൈ. തസ്മയാണെങ്കിൽ പുല്ലിംഗമാണ്. തസ്യൈ. ആ ബാലികയ്ക്കായി പുസ്തകാനി യച്ഛ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അതായത് 7th ക്വസ്റ്റ്യൻ ആണ്, പേജ് നമ്പർ 124.
പാഠേ പ്രയുക്താനി അവ്യയപദാനി ക്രിയാപദാനി ച ചിത്വാ സമുചിതേ സ്ഥാനേ ലിഖന്തു. സമുചിതേ സ്ഥാനേ ലിഖന്തു, സമുചിതമായ സ്ഥലങ്ങളിൽ എഴുതൂ. എന്ത്? അവ്യയപദാനി ക്രിയാപദാനി ച, അവ്യയപദങ്ങളും ക്രിയാപദങ്ങളും എവിടെയുള്ളത്? പാഠേ പ്രയുക്താനി, ഈ ലെസണിൽ വന്നിട്ടുള്ള ക്രിയാപദങ്ങളും അവ്യയപദങ്ങളും ഇതിനകത്ത് എഴുതുക. അവിടെ ഒരു കൊടുത്തിട്ടുള്ള അവ്യയപദാനിയും കൊടുത്തിട്ടുണ്ട്, ക്രിയാപദാനിയും കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവ്യയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവ്യയങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു നാമങ്ങൾ, അതായത് നൗണുകൾക്ക് എന്താണ് 7 വിഭക്തി വരും, വചനങ്ങൾ വരും, അപ്പം മാറി മാറി വരുന്നില്ലേ? പക്ഷേ അവ്യയങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റമില്ല, ഒരേപോലെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ടെക്സ്റ്റിൽ കുറേ ഉണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കുക. ബാക്കിയുള്ള ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുക ഓരോന്നായിട്ട്. ആദ്യം അവ്യയപദങ്ങൾ. അധുന എന്ന് പറഞ്ഞാൽ നൗ, ഇപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ച ആൻഡ്, ഇതി എന്ന്, അബി ഓൾസോ, തഥാ ദെൻ, ആം യെസ്, അത്ര ഹിയർ ഇവിടെ, തത്ര ദേർ അവിടെ, ഏവ അത് തന്നെ, സർവത്ര എല്ലായിടത്തും, ഇവ ഇതുപോലെ എന്നുള്ള അർത്ഥത്തിൽ, സഹ കൂടെ, വിത്ത്, ച അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ആൻഡ് ഇവിടെ വേണ്ട, 2 പ്രാവശ്യം എഴുതി. യാവത് അവിടം വരെ എന്നുള്ള അർത്ഥത്തിൽ, എത്ര എവിടെ, ഹ്യഹ എസ്റ്റർഡേ, ശ്വഹ ഇവിടെ വന്നിട്ടില്ലാത്തത്, ശ്വഹ എന്ന് പറഞ്ഞാൽ ടുമോറോ എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതാണ് അവ്യയപദങ്ങൾ. ഇനി ക്രിയാപദങ്ങൾ നോക്കൂ. ക്രിയകൾ, അതിനകത്ത് കുറേ ക്രിയകൾ വന്നിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞാൻ അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം അവിടെ അസ്ഥി, അസുധാതുവാണ് അസ്ഥി. പുസ്തകം അസ്ഥി എന്നൊക്കെ പറയില്ലേ, തൂലിക അസ്ഥി ഉണ്ട് എന്ന് കാണിക്കുകയാണ്. ഇനി അതിൻ്റെ ഇത് വർത്തമാനകാലം ലട്ട്. ഇനി ഇതെന്താണ്? അസുധാതുവിൻ്റെ പാസ്റ്റ് ടെൻസ് ലങ്, ആസീത്. അസ്ഥിയാകുമ്പോൾ അസ്ഥിസ്തഹ സന്ധി, ഇത് പ്രഥമ പുരുഷനാണ്, ഇതും പ്രഥമ പുരുഷൻ. ആസീത് അസ്താം അസൻ, പ്രഥമ ഏകവചനം. അടുത്ത ഇച്ഛാമഹ, ഇച്ഛ ധാതുവാണ്, ഇച്ഛതി, അതിൻ്റെ ഇവിടെ ഉത്തമ പുരുഷനാണ്. ഇച്ഛാമി, ഇച്ഛാവഹ, ഇച്ഛാമഹ, ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. അടുത്ത അകരവം. അകരവം എന്നുള്ളത് കൃധാതുവിന്, കൃ എന്ന് പറഞ്ഞാൽ ടു ഡു എന്നുള്ള അർത്ഥത്തിൽ. കൃധാതുവിൻ്റെ വർത്തമാനകാലം ലട്ട് വരുന്ന കരോതി കുരുതഹ കുർവന്തി. ഇതെന്താണ്? പാസ്റ്റ് ടെൻസ് ലങ് ആണ്. പക്ഷേ ഇതെന്താണ്? ഉത്തമ പുരുഷനാണ്. അകരവം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ. ഇനി സൂചയതു എന്നുള്ളത് ലട്ട് ലങ്ങും ഒന്നുമല്ല, ലോട്ടാണ്. ലോട്ട് ഇപ്പം ഇവിടെ ക്ലാസ്സിൽ ഇപ്പോൾ ഓരോന്ന് വരുന്നില്ലേ, എഴുതൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സൂചിപ്പിക്കൂ, സൂചയതു, അത് ലോട്ടിൻ്റെ പ്രഥമ പുരുഷ ഏകവചനം. അഗച്ഛം, അതും പാസ്റ്റ് ടെൻസ് ആണ്, ഏത് ലങ്ങാണ്, അതിൻ്റെ ഉത്തമ പുരുഷനാണ് അഗച്ഛം. ഉത്തമ പുരുഷ ബഹുവചനം അല്ല, ഉത്തമ പുരുഷ ഏകവചനം. ഇതുപോലെ അകരവം പോലെ. ഇനി ഭവതി, ഭൂധാതു, ഭവതി, അത് ഭൂധാതുവിനെ ലട്ട് പ്രസന്റ് ടെൻസ് ആണ്, ഭവതി ഏകവചനം, ഭവതി ഭവതഃ ഭവന്തി. ജീവാമഹ എന്ന് പറഞ്ഞത് ജീവധാതുവാണ്, ഉത്തമ പുരുഷനാണ്. ജീവാമി, ജീവാവഹ, ജീവാമഹ, ഇത് ഉത്തമ പുരുഷ ബഹുവചനം. നിവസന്തി, വസുധാതു, അതിൽ നീ എന്നൊരു ഉപസർഗം ചേർത്തു. നിവസന്തി എന്ന് പറഞ്ഞാൽ നിവസിക്കുന്നു, വസിക്കുന്നു. നിവസതി, നിവസതഃ, നിവസന്തി ലട്ട്. അകരോത്, അതും എന്താണ്? പാസ്റ്റ് ടെൻസ് ലങ്, കൃധാതുവിൻ്റെയാണ് അകരോത്. ഇതിൻ്റെ തന്നെ പ്രഥമ ഏകവചനം. ഇത് ഉത്തമ പുരുഷനാണ്, ഇത് പ്രഥമ പുരുഷൻ. ഇനി ദൃശ്യത എന്ന് മാത്രം വ്യത്യസ്തമാണ്. അത് ഞാൻ പറഞ്ഞു, പരസ്മേപതി അല്ല, ആത്മനേപതിയാണ്. 2 തരം ഉണ്ടെന്ന് പറഞ്ഞു, പരസ്മേപതി, ആത്മനേപതി. അതിൽ ആത്മനേപതി ധാതുവാണ് ദൃശ്യത. കുർവന്തി കൃധാതു, നേരത്തെ വന്നതിൻ്റെയൊക്കെ പ്രസന്റ് ടെൻസ് ലട്ട്, കരോതി കുരുതഃ കുർവന്തി. ഇനി ചലതി, ചലുധാതു, ചലിക്കുന്നു, സഞ്ചരിക്കുന്നു എന്നൊക്കെ. ചലതി, ചലതഃ, ചലന്തി ലട്ടാണ് ചലതി. ഗമിഷ്യാമഹ, അത് വ്യത്യസ്തമാണ്, അത് ഞാൻ പറഞ്ഞു തന്നു. ഫ്യൂച്ചർ ടെൻസ് ആണ്. ലിററ്റ് എന്തിനെ കാണിക്കുന്നു? ഫ്യൂച്ചർ ടെൻസ്. ഗമിഷ്യാമഹ എന്നുള്ളത് ഉത്തമ പുരുഷ ബഹുവചനമാണ്. ഗമിഷ്യാമി, ഗമിഷ്യാവഹ, ഗമിഷ്യാമഹ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ, 8th ക്വസ്റ്റ്യനിൽ നിമ്നലിഖിതാനാം പദാനാം സ്വരൂപം സാവധാനം ദൃഷ്ട്വാ ഉദാഹരണാനുസാരം ലിഖന്തു. അവിടെയും കണ്ട ലിഖന്തു, ലോട്ട് വന്നു. ലിഖന്തു, എഴുതൂ. എന്താണ്? നിമ്നലിഖിതാനാം പദാനാം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ പദാനാം സ്വരൂപം, അതിൻ്റെ ഒരു ഒറ്റപ്പദമാക്കൾ. സ്വരൂപം സാവധാനം ദൃഷ്ട്വ, സാവധാനം നോക്കിയിട്ട്
ഉദാഹരണാനുസാരം എഴുതുക. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? സമുദ്രസ്യ മധ്യേ, സമുദ്രത്തിൻ്റെ മധ്യത്തിൽ നിന്ന് സമുദ്രമധ്യേ, ഐസ്യാന്ന് വെട്ടിക്കളഞ്ഞല്ലേ, സമുദ്രസ്യ മധ്യേ സമുദ്രമധ്യേ. അതുപോലെ അടുത്ത കൂടെ കൊടുത്തിരിക്കുന്നത് ദ്വീപാനാം സമൂഹ, ദ്വീപുകളുടെ സമൂഹം. അപ്പോൾ എന്ത് ചെയ്യണം? ദ്വീപസമൂഹ, ദ്വീപസമൂഹ. അടുത്തത് രാമായണസ്യ കാലേ, രാമായണത്തിൻ്റെ കാലത്തിൽ, രാമായണകാലേ. രാമായണകാലേ. അടുത്തത് ഭാരതസ്യ ഭൂമി, ഭാരതത്തിൻ്റെ ഭൂമി ഭാരതഭൂമി. ഭാരതഭൂമി. അടുത്ത ഉദ്യോഗസ്യ വിഷയഃ, ഉദ്യോഗവിഷയഃ. ഉദ്യോഗവിഷയഃ, ഉദ്യോഗത്തിൻ്റെ വിഷയം, ഉദ്യോഗവിഷയഃ. അടുത്തത് ദേശസ്യ ഭക്തഃ, ദേശത്തിൻ്റെ ഭക്തൻ, ദേശഭക്തഃ. എല്ലാം ഷഷ്ടിയാണ് വരുന്നത്, എല്ലാത്തിലും ഷഷ്ടി വരുന്നു. സമുദ്രസ്യ തലം, സമുദ്രതലം, സമുദ്രതലം. അപ്പോൾ ഇതിലെല്ലാം ഷഷ്ടി വിഭക്തി വന്നിരിക്കുകയാണ്. ഒന്നിൽ മാത്രം ഷഷ്ടി ബഹുവചനം വന്നിരിക്കും അല്ലേ, ദീപാന സമൂഹ, അത് മാത്രം ഷഷ്ടി ബഹുവചനം. ബാക്കിയുള്ളതെല്ലാം രാമായണസ്യ, ഭാരതസ്യ, ഉദ്യോഗസ്യ, ദേശസ്യ, സമുദ്രസ്യ എല്ലാം ഷഷ്ടി ഏകവചനം വന്നു. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. അടുത്ത കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാഠം അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.